ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അറസ്റ്റിലായി. 2019 കാലത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക സംഘം ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. സുധീഷ് കുമാറിന്റേത് കേസിലെ മൂന്നാമത്തെ അറസ്റ്റാണ്. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതും തുടർന്നുള്ള അറസ്റ്റും. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലേത് സ്വർണ്ണപ്പാളികൾ അല്ലെന്നും ചെമ്പുപാളികൾ ആണെന്നും റിപ്പോർട്ട് ചെയ്തത് സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവായിരുന്നു. വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൂശിയ കാലത്തെ ഫയലുകൾ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നാണ് രേഖകൾ ലഭിച്ചത്. നേരത്തെ ഈ രേഖകൾ ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിനെ കത്ത് നൽകിയിരുന്നെങ്കിലും കാണാനില്ലെന്നായിരുന്നു മറുപടി. 30.3 കിലോഗ്രാമോളം സ്വർണം ഉപയോഗിച്ചുവെന്നാണ് കരുതുന്നത്. വിജയ് മല്യ എത്ര സ്വർണം ഉപയോഗിച്ചുവെന്നത് കൃത്യമായി രേഖകളിൽ നിന്ന് വ്യക്തമാകും. ഇത് പരിശോധിച്ച ശേഷം ഇപ്പോഴുള്ള സ്വർണത്തിന്റെ അളവ് കണക്കാക്കും. ഇതിലൂടെയാകും സ്വർണത്തിന്റെ കുറവ് കണ്ടെത്തുക.